ഞങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോയാൽ അപ്പൊ എന്റെ പറയുന്ന ഒരു വല്ലാത്തൊരു പൊട്ടി കരച്ചിൽ. നമുക്ക് എന്റെ നാട്ടിൽ ഒരു 70 വയസ്സുള്ള കല്യാണി ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. മനസ്സിലായില്ലേ? അതിന് കൊടുക്കണം. അതൊക്കെ മനുഷ്യന് കഴിയുന്ന ഒരു ഉദാത്തമായ വികാരമാണ്. അത് സീരിയൽ കാണണ്ടെന്നും പറയും ഞാനാണല്ലോ കേട്ടോ, ഒക്കെ കാണണം. പക്ഷെ സായം സന്ധ്യയിൽ കാണാം. 3 സന്ധ്യകളാണ് പ്രധാനമായിട്ട് അമ്മമാരെ നമുക്കുള്ളത്: പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. ഈ സായം സന്ധ്യയുടെ പ്രത്യേകത വെളിച്ചം പോയിട്ട് ഇരുട്ട് വരിക, സൂര്യൻ അസ്തമിക്കുകയല്ലേ. ഈ സമയത്ത് 3 പേര് നമ്മുടെ വീട്ടിൽ വരും എന്നാണ് നമ്മുടെ വിശ്വാസം. അതാരൊക്കെയാ? മഹാലക്ഷ്മി, മഹാസരസ്വതി, പിന്നെ അതിന്റെ പിറകിൽ ഒരാളുണ്ടാവും, അതാണ് ജ്യേഷ്ഠ. കേട്ടിട്ടില്ലേ നിങ്ങള്? പണ്ട് പാലാഴി മാസത്തിലാണ് ഈ സാധനത്തിനെ കിട്ടിയത്. സകല അനർത്ഥങ്ങളും വീട്ടിലുണ്ടാക്കുമ്പോഴാണ് നമ്മൾ പറയാം അത് അവളുടെ ശരീരത്തിലൊക്കെ ജ്യേഷ്ഠഗേരി എന്ന് പറയില്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അനർത്ഥങ്ങളെയാണ് ജ്യേഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിലവിളക്ക് വെച്ച് സ്വീകരിക്കുവാൻ ഉമ്മറപ്പടിയിൽ ആളുണ്ട് എങ്കിൽ ലക്ഷ്മിയും സരസ്വതിയും അകത്തേക്കും. അങ്ങനെയല്ല നാട്ടുകാർ നല്ല ആളുകൾ. നിങ്ങളെ ക്ഷേത്ര കമ്മിറ്റിക്കാർ വീട്ടിൽ വന്നു, നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല, വാതിൽ തുറന്നിട്ടില്ല, അങ്ങനെയെങ്കിൽ അവര് കയറി അത്തുകയറിയിരിക്കും, വീട്ടിന്റെ കൊലയ്ക്ക് കയറിയിരിക്കും. ബെല്ലടിച്ചിട്ട് ആള് പുറത്തു വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ ഉള്ളിൽ കയറില്ല. ശരിയല്ലേ? അപ്പൊ മഹാലക്ഷ്മിയും മഹാസരസ്വതിയും വന്നിട്ട് നമ്മൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരകത്തേക്ക് വരുമോ? ഇല്ല. പക്ഷെ കള്ളൻ നമ്മളോട് ചോദിച്ചു അകത്ത് വരുന്ന ഇല്ല, അവർ വാതിൽ കുത്തിപ്പിടിച്ചിട്ട് അകത്തേക്ക്. അതുകൊണ്ട് സായം സന്ധ്യ ഒരു കാരണവശാലും നിലവിളക്ക് നമ്മൾ വീട്ടിലുണ്ടായിരിക്കാൻ ഉപയോഗിക്കരുത്. വീട്ടിലുണ്ടായിരിക്കാൻ 5 മണിക്ക് കല്യാണത്തിന് പോകാം. ഞാൻ രാത്രി 10 മണിക്ക് തിരിച്ചു. അന്ന് വിളക്ക് വെക്കാൻ പറ്റും വീട്ടിൽ. നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ മുംബൈയിൽ ഒരു പരിപാടിക്ക് പോയി. അപ്പൊ അവിടെയൊക്കെ രാവിലെ 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് എല്ലാ ഫ്ലാറ്റിലും എല്ലാ സ്ഥലത്തും വിളക്ക് വെക്കും. അപ്പൊ നമ്മളൊരു 10 ഫ്ലാറ്റ് പോയാൽ 10 ഫ്ലാറ്റിൽ നിറച്ച് ദൈവങ്ങളുടെ ചിത്രമൊക്കെ വെച്ചിട്ട് നിറയെ വിളക്കൊക്കെ വെച്ച് ഉഷാറായിട്ട് ഒരു 8 മണി വരെയൊക്കെ ഈ വിളക്ക് വെക്കും. അപ്പൊ ഒരു ഫ്ലാറ്റിൽ ചെന്നപ്പോ ഒരു യുവതിയും യുവാക്കളും, പക്ഷെ അവിടെ മാത്രം വിളക്കില്ല. അപ്പൊ ചോദിച്ചിരുന്നത്, നിങ്ങൾ വിശ്വാസിയല്ലേ? നിങ്ങൾ അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് പറയുന്നവരാണോ? അല്ല, ഞങ്ങൾ ഒന്നാം ഹിന്ദുക്കളാണ്, ഞങ്ങൾ നല്ല വിശ്വാസികളാണ്. പിന്നെന്താ വിളക്ക് വെക്കുന്നത്? അത് എന്റെ ഭർത്താവിന് ജോലി ഒരു കമ്പനിയിലാണ്, ഞായറാഴ്ച ലീവുള്ളൂ, രാത്രി വരാൻ 8 മണിയാവും. അപ്പോൾ എനിക്കാണെങ്കിൽ മാസത്തിൽ 6 ദിവസം ഞാൻ ഋതുമതിയാവും, ഈ പീരീഡാണ്. അപ്പൊ 6 ദിവസം എന്ത് ചെയ്യും? വിളക്ക് മുടക്കും. അപ്പോൾ ഏതോ ഭാഗവതത്തിൽ പോയ സമയത്ത് ആരോ പറഞ്ഞില്ല, വിളക്കെങ്ങാ മുടങ്ങിയ നരകത്തിൽ പോകും എന്നാരോ പറഞ്ഞത് കൊണ്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു? വിളക്കേ വെക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ? വിളക്ക് മുടങ്ങിപ്പോകും എന്നതുകൊണ്ട് വിളക്ക് വെക്കാതിരിക്കൽ ശരിയാണോ തെറ്റാണോ? അമ്മമാരെന്താ പറ? തെറ്റാണ്. അപ്പൊ നിങ്ങളോട് ഡോക്ടർ പറയുന്നു, നിങ്ങൾ നെല്ലിക്ക കഴിക്കണം. 30 ദിവസം ഓരോ നെല്ലിക്ക വെച്ച് ദിവസവും ഓരോന്ന് വെച്ചിട്ട് 30 ദിവസം കഴിക്കണം. നിങ്ങൾക്ക് 15 ദിവസമേ കഴിക്കാൻ പറ്റിയുള്ളൂ. തെറ്റാണോ? 15 ദിവസം കഴിച്ചതിന്റെ ഗുണം കിട്ടില്ലേ? നല്ല കാര്യങ്ങൾ ഒരു ദിവസം ചെയ്താലും ഒരു നിമിഷം ചെയ്താലും അത് നല്ലത് തന്നെയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഒരിക്കലും അമാന്തിക്കരുത്. അങ്ങനെയാണ് വീട്ടിൽ സായം സന്ധ്യയിൽ ഒന്നിച്ചിരുന്ന് ജപിക്കുന്ന ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ തിരക്കാണ്. പക്ഷെ എന്ത് തിരക്കുണ്ടെങ്കിലും അമ്മ മുൻകൈ എടുക്കണം. വീട്ടിലെല്ലാത്തിനും ആണുങ്ങളുടെ തലയിൽ വിട്ടിട്ട് ആണുങ്ങളെ രക്ഷപ്പെടുത്തുകയല്ല കേട്ടോ. പക്ഷെ എപ്പോഴും ഇപ്പോ 6 മാസം വരെ പ്രായമുള്ള കുട്ടി ആരുടെ അടുത്താ കിടക്കുക? അമ്മയുടെ. നിങ്ങൾ വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്തും കിടത്തിയിട്ട് 3 മാസം കയ്യും കാലും ഒഴിഞ്ഞിട്ടുണ്ടാവും. പിറ്റേ ദിവസം നോക്കാൻ. കാരണം അമ്മ എങ്ങനെ വീണാലും അമ്മയുടെ ശരീരം എങ്ങനെ സ്പർശിക്കപ്പെട്ടാലും കുട്ടിക്ക് ഒരു പോർണ പോലും കേൾക്കില്ല. ഞങ്ങളിപ്പോ ക്ഷേത്രത്തിൽ വന്നപ്പോ അവിടെ ഒരു പട്ടി, അമ്മയാണ്, 7 മക്കളാണ്. മനസ്സിലായില്ലേ? സുരക്ഷിതമായിട്ട് ആ മുഖത്ത് കിടന്നു പറഞ്ഞാൽ. കാരണം ഇവിടെ നിങ്ങൾ ഒരു ഉപദ്രവമായി ഉണ്ടാക്കില്ല എന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അമ്മ മനുഷ്യ സ്ത്രീ ആണെങ്കിലും പട്ടിയാണെങ്കിലും അമ്മ തന്നെയാണ് ഇല്ലേ? അമ്മയ്ക്ക് തുല്യം അമ്മ തന്നെയാവുന്നു. അപ്പൊ അമ്മയാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക്, അമ്മയാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ മുൻകൈ എടുക്കേണ്ടത് എപ്പോഴും അമ്മയാണ്. അപ്പൊ സന്ധ്യക്ക് നിങ്ങൾ പണിയെക്കുറിച്ചും വേവലാതികൾ ഒന്നും പറയാതെ 10 മിനിറ്റ് കുടുംബത്തോടൊപ്പം നിങ്ങൾ ജപിച്ചു നോക്കൂ. ഹരേ രാമ അറിയാവുന്ന മാത്രം ജപിച്ചാൽ മതി. 6 മാസം കൊണ്ട് വീട്ടിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമാണ്. ഒരു പ്രശ്നവും പിന്നെ ആ വീട്ടിലുണ്ടാവില്ല. ഒരു നേരമെങ്കിലും ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, ഒരു നേരമെങ്കിലും ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ മാറ്റം. നീ പ്രാർത്ഥിക്കടാ എന്ന് വേണ്ട അമ്മ TV കണ്ടാൽ ഒരു കാരണവശാലും പ്രാർത്ഥിക്കില്ല, കുട്ടി പ്രാർത്ഥിക്കില്ല.
ഇന്നലെ വാട്സാപ്പിൽ ഒരു രംഗം കണ്ടു. കുട്ടി മൊബൈൽ മാന്തലോ മാന്തല്, ഇതിനെയുള്ള പരിപാടി അല്ലേ. നമ്മുടെ പിള്ളേർ മൊബൈലിന് അടിമകളായി പോയി. എന്തെങ്കിലും അടിമയായി പോയത് 6ാമത്തെ മാസം 1.5 കിലോ ചോറ് ഇവനെ കൊണ്ട് കഴിപ്പിക്കുക. എങ്ങനെയാ? ഈ സാധനം മുന്നിൽ വെച്ചോട്ടാ മതി ഇല്ലേ. ഇതിങ്ങനെ പോയിക്കോളൂ. ഇവൻ അറിയുന്നില്ല 2.5 കിലോ അരിയുടെ ചോറ് വരെ ഇവൻ ചെയ്യും, ഇവൻ കഴിക്കും. ഇവനെ അറിയുന്നില്ല സംഭവം. എന്തുകൊണ്ടാണ്? ഇമേജുകൾ, അല്ല കഥ മനസ്സിലായിട്ടല്ല. മനുഷ്യന്റെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കപ്പെടുന്നത് ഇമേജുകളാണ്. എന്താണ്? ഇമേജുകൾ, പിക്ചറുകളാണ്. അപ്പൊ ഇവിടെ വർണ്ണമനോഹരമായ പിക്ചർ കണ്ടുകൊണ്ട് 6 മാസം പ്രായമുള്ള കുട്ടി ഈ ചോറ് മുഴുവൻ അടിച്ചു മാറിക്കൊണ്ടിരിക്കവേ അവന്റെ ഉള്ളിൽ അറിയാതെ ഇതില്ലാതെ മറ്റൊന്നും നടക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇതൊക്കെ വേണം. ബാലരമ പൂമ്പാറ്റൊക്കെ നമ്മൾ മുമ്പ് വായിച്ചില്ലേ? അമർചിത്ര കഥ ഓർമ്മയില്ല? പിന്നെ മംഗളം മനോരമ വാരിക, അവൾ കിണറ്റിന്റെ അരികിലേക്ക് ചിന്തും. പിന്നെ അടുത്ത വ്യാഴാഴ്ച വരെ കാത്തിരിക്കണം. ഇവൾ ചാടിയോ മറ്റാരെങ്കിലും പിടിച്ചു വെച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരാഴ്ച ഓർമ്മയുണ്ട്. ഞാനൊക്കെ അന്ന് മനോരമ ആഴ്ചപ്പതിപ്പ് വ്യാഴാഴ്ചകളാണ് വരിക. മനസ്സിലായില്ലേ? അതിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇന്നത് മാറി കാലം. അപ്പൊ കാലത്തിനനുസരിച്ച് മൊബൈലിലാണ് നമുക്ക് ആദ്യം ജീവിക്കാൻ സാധിച്ചത് അല്ലേ? 1ഉം 2ഉം അല്ല 5ഉം 10ഉം മൊബൈൽ വരെ ഓരോ വീടുകളിൽ ഉണ്ട്. അപ്പൊ മൊബൈലൊക്കെ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ എന്തും ഉപയോഗിക്കുന്നത് പോലെയാണ് അതിന്റെ നിലനിൽപ്പ്. എന്തും. പാൽപ്പായസം നല്ലതാണ് എന്ന് കരുതി ഒരു ദിവസം 10 ലിറ്റർ പാൽപ്പായസം കുടിച്ചാലോ ആള് തട്ടിപ്പോകും. മനസ്സിലായില്ലേ? പാൽപ്പായസം നല്ലതാണെന്ന് കരുതി 10 ലിറ്റർ പാൽപ്പായസം കുടിച്ചാൽ ആള് തന്നെ ബാക്കി ഉണ്ടാവില്ല. ഇതുപോലെ എല്ലാത്തിനും നന്മയുണ്ട്. ആ നന്മയെ നന്മയായിട്ട് ഉപയോഗിക്കുവാൻ കഴിയണം. ഈ തിരിച്ചറിവാണ് സനാതന ധർമ്മികളായ കുടുംബത്തെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളൊരു ചിത്രത്തെ കുറിച്ച് ഓർക്കണം. നിങ്ങൾ ദൈവങ്ങളുടെ ചിത്രം കണ്ടിട്ടില്ലേ? പരമേശ്വരൻ കണ്ടിട്ടുണ്ടോ? ശിവനെ കണ്ടിട്ടില്ലേ? ശിവന്റെ ഭാര്യ ആരാ? പാർവതി. എത്ര മക്കളാ ഇവർക്ക്? ശിവനും പാർവതിക്കും എത്ര മക്കളാന്ന് അറിഞ്ഞൂടെ? ഇവിടെ തലശ്ശേരി ഇവിടെയൊക്കെ കണക്കില്ല. 2 മക്കളില്ലേ? സുബ്രഹ്മണ്യനും ഗണപതിയും. അതാണ് ശിവനും പാർവതിക്കും ഉണ്ടായത് 2 മക്കളാണ്, സുബ്രഹ്മണ്യനും ഗണപതിയും. ഈ കുടുംബത്തിൽ 4 പേര്. അയാൾക്ക് അച്ഛനും അമ്മയും അന്നത്തെ അണുകുടുംബമാണ്. ഈ 4 പേരെ കൂടാതെ ഒരു 5 പേര് കൂടി കുടുംബത്തിലുണ്ട്. അതാരൊക്കെയാ? ശിവന്റെ കഴുത്തിൽ ഒരു പാമ്പ്, ഗണപതിക്ക് ഒരു എലി, സുബ്രഹ്മണ്യന് ഒരു മയിൽ, പരമേശ്വരന് ഒരു കാള, പാർവതി ദേവിക്ക് ഒരു സിംഹം. നിങ്ങളുടെ നാട്ടിൽ ഈ പാമ്പ് എലിയെ കണ്ടാൽ ഹൗവാറിയോ എന്നൊക്കെ ചോദിക്കുവാ. എന്താ സംഭവിക്കുക? ഓടിച്ചിട്ട് പിടിക്കും. പക്ഷെ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഗണപതിയുടെ എലിയെ ഒരിക്കലും പിടിക്കില്ല. മയിലിന് ഏറ്റവും പ്രിയമുള്ള മാംസേതാണ് പാമ്പിന്റെ ഇറച്ചി. നിങ്ങൾ പാലക്കാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പാമ്പിനെ കുത്തി പറക്കുന്നതാണ് മയിൽ. പക്ഷേ സുബ്രഹ്മണ്യന്റെ മയിൽ ആരും പിടിക്കില്ല, ഭഗവാന്റെ കഴുത്തിലെ പാമ്പിനെ പിടിക്കില്ല. പാർവതീദേവിയുടെ സിംഹത്തിന് ഏറെ പ്രിയമുള്ള മാംസമാണ് പരമേശ്വരന്റെ വാഹനമായ കാളയുടെ മാംസം. പക്ഷേ ഈ കാളയെ ഇന്ന് രാവിലെ അവരാരും പിടിച്ചിട്ടില്ല, പാർവതിയുടെ സിംഹം പിടിച്ചിട്ടില്ല. ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് 2 കാര്യങ്ങളാണ്: ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സ്നേഹം, പരസ്പര വിശ്വാസം. പരസ്പര വിശ്വാസം ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. സ്നേഹം 2 തരമുണ്ട്: കണ്ടീഷണൽ ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ശന്തനു മഹാരാജാവ് ഗംഗയെ കണ്ടു. ഗംഗയെ കാണാത്ത പോലെ സുന്ദരി. കണ്ട മാത്രയിൽ മോഹിച്ചു പോയി. ഗംഗയോട് പറഞ്ഞു, ഐ ലവ് യു, ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു, കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഐ ലവ് യു എന്ന് പറയുന്നത് തെറ്റില്ല. നമ്മുടെ പെൺമക്കൾ നോ പറയുവാനും ആൺകുട്ടികൾ നോ കേൾക്കുവാനുള്ള മനസ്സിലാവും. ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എല്ലാ ഐ ലവ് യുനും നോ പറയുവാൻ നമ്മുടെ പെൺമക്കൾ റെഡിയാവും. പ്രേമിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല, പ്രേമമൊക്കെ വേണം. പക്ഷെ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് 17-ാമത്തെ വയസ്സിലും 18-ാം വയസ്സിലും എപ്പോൾ ഡിഗ്രി പൊട്ടിപ്പൊളിഞ്ഞു ചോദിച്ചാൽ. എൻ്റെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി 17-ാമത്തെ വയസ്സിൽ ലവ് ജിഹാദ് പോയി. നമ്മുടെ ഹിന്ദു കുട്ടികളുടെ ബോധപൂർവ്വം പ്രണയിച്ച് മതം മാറ്റുന്നവരുണ്ട്. ബോധപൂർവ്വം നമ്മുടെ ഹിന്ദു പെണ്ണുകൾ കാണാൻ കൊള്ളാവുന്ന സുന്ദരികളായ കുട്ടികളെ കണ്ടെത്തി പ്രണയിച്ച് മതം മാറ്റി കൊണ്ടുപോകും. അഖിലെ, എനിക്കറിയാം, അഖില കോട്ടയത്ത് വൈക്കത്ത അഖില മെഡിക്കൽ പഠിക്കുക, MBBS അല്ല, ഹോമിയോ 2ാം വർഷം പഠിക്കുമ്പോഴാണ് അവളെ പ്രണയിച്ച് മതം മാറ്റി കൊണ്ടുപോയത്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ തന്നെ ലവ് ജിഹാദിൽ പെട്ടുപോയി. അവളെ ഞങ്ങളെല്ലാവരും ഒരു കൗൺസിലിംഗ് വെച്ചു. അങ്ങനെ ട്രാക്കിലൊക്കെ നമ്മുടെ കുട്ടികൾ വന്നു പോയാലും ഉടനെ എന്ത് ചെയ്യണം? കൗൺസിലേഴ്സിനെ വിളിക്കണം. ഇവരോട് സംസാരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലാണ്. സാമാന്യ അച്ഛൻ വടിയെടുക്കുന്നു, അമ്മ നെഞ്ചത്തടിക്കുന്നു, ഇതോടൊന്നും കാര്യമില്ല.
മനസ്സിലായില്ല? അതിനേക്കാൾ വലുതാണ് കാമുകനോടുള്ള പ്രണയം. അപ്പൊ ഈ പ്രണയത്തിൽ പെട്ടുപോകുന്ന കുട്ടി ട്രാപ്പ് ചതി എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. എല്ലാ പ്രണയങ്ങളും ട്രാപ്പല്ല. എല്ലാ മുസ്ലിമും ഹിന്ദുവിനെ പ്രണയിക്കുന്നതും ക്രിസ്ത്യാനിയും മുസ്ലിമിനെ പ്രണയിക്കുന്നതൊന്നും ട്രാപ്പല്ല. എല്ലാം നമുക്ക് പോലെ പറയാൻ കഴിയില്ല. പക്ഷെ 90% ട്രാപ്പാണ്. 90% ട്രാപ്പാണ്. ഇത് ഹിന്ദു പെൺകുട്ടികൾക്കാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഈ 17 വയസ്സുള്ള കുട്ടിയെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. അവളെ കുറച്ച് ദിവസം അവിടെ നിന്ന് മാറ്റി തിരുവനന്തപുരത്ത് സെന്ററുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കേൾപ്പിച്ചു. അവൾ തിരിച്ച് നാട്ടിൽ വന്നപ്പോ അവളൊരു ലക്ഷ്യം ടാർഗറ്റ് ചെയ്തു. എനിക്ക് UK നിന്ന് MBA എടുക്കണം. UK അറിയില്ലേ? UK നിന്ന് എനിക്ക് MBA എടുക്കാം. അവൾ MBA എടുക്കുന്നു മാത്രമല്ല, ഞാനൊരു 5-6 വർഷം മുമ്പുള്ള ചരിത്രം പറഞ്ഞത്. അവൾ MBA എടുക്കുന്നു മാത്രമല്ല, ഇന്ന് 5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ് ഇത് കമ്പനി. അന്ന് 17ാമത്തെ വയസ്സിൽ ഈ പൊട്ടപ്രായത്തിൽ, അതായത് 13 മുതൽ 19 വരെയാണ് അപകടം പിടിച്ച പ്രായം. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. 13 WN തുടങ്ങുന്ന 13ാമത്തെ വയസ്സ്. ഇത് അവസാനിപ്പിക്കുമ്പോൾ 19, 19ാമത്തെ വയസ്സ്. പിന്നെ 20, 20, 21 ആകുമ്പോഴേക്ക് കുട്ടികൾ മെച്ചുറാണ്, പക്വതയാണ്. ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നത്? ഇവനെന്നെ പോറ്റാൻ കഴിയുമോ? ഇവൻ ഈ ബൈക്കും ഈ ഷോക്കടിക്കാൻ മുടിയുമല്ലാതെ വേറെന്തെങ്കിലും ഇവന്റെ കയ്യിലുണ്ടോ? ഇതൊക്കെ ചോദിക്കും. 7 വയസ്സായാൽ 20ാമത്തെ വയസ്സായാൽ ഇതൊക്കെ ചോദിക്കും. പക്ഷേ ചോദിക്കില്ല 17, 18 വയസ്സിൽ. അങ്ങനെ ട്രാക്കപ്പെട്ടത്. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് സുഖമായി ജീവിക്കുന്ന ധാരാളം ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യണം. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യണം. കാരണം ശരീരങ്ങൾ മടുക്കുവാൻ 1-2 മാസം മതിയാവും. പിന്നെ സ്നേഹത്തിലാണ് ജീവിക്കേണ്ടത്. ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ഉണ്ടാകുന്ന ഒന്നാമത്തെ ഇഷ്ടം ശാരീരിക സ്നേഹമാണ്. ശാരീരിക സ്നേഹം ശരീരം കിട്ടുന്നതോടുകൂടി ഇല്ലാതാവും. പക്ഷെ 95 വയസ്സുള്ള മുത്തശ്ശന്റെ അരികിൽ 90 വയസ്സുള്ള മുത്തശ്ശി കടന്നുറങ്ങുന്നത് ശാരീരിക സ്നേഹത്തിന്റെ പേരില്ല, പ്രേമവുമല്ല. അതാണ് സ്നേഹം, ലവ്. അത് ഒറിജിനൽ ആണെങ്കിൽ അത് മരണം വരെ കൂടെ കാണും. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഉണ്ടാവില്ല. അങ്ങനെ ഗംഗയോട് ചോദിച്ചു, ഐ ലവ് യു പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് വെച്ചു. ഗംഗ പറഞ്ഞു കല്യാണം കഴിക്കണം, പക്ഷെ ഒരു കണ്ടീഷൻ. ഞാൻ എന്ത് തോന്നിയാസം ചെയ്താലും ഒരക്ഷരം ഇങ്ങോട്ട് പറയും. ഇങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകുന്ന ഇല്ല. ഈ സൗന്ദര്യം കണ്ട് മതിമറന്നു പോയ ശന്തനു സമ്മതിച്ചു, കല്യാണം കഴിച്ചു. അടുത്ത കൊല്ലം ഒരു കുട്ടി ഉണ്ടായി. അപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് നദിയിലിട്ട്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? 2ാമത്തെ കുട്ടി ഉണ്ടായി, നദിയിലിട്ടു. 3ാമത്തെ കുട്ടി ഉണ്ടായി, നദിയിലിട്ടു. അതിന് കാരണമുണ്ടേ. നമ്മുടെ വിശ്വാസപ്രകാരം അതിന് കാരണം അഷ്ടവസുക്കൾ നമ്മുടെ വസിഷ്ഠ മുനിയുടെ പശുവിനെ മോഷ്ടിച്ചു. അത് നല്ല കഥകളാണ്. കഥകൾ തത്വമുണ്ട്. അഷ്ടവസുക്കൾ എന്നത് ദേവന്മാർക്ക് തുല്യമായ പദവിയുള്ള 8 പേരാണ്. അവരിങ്ങനെ ഒരു ടൂറൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അതിമനോഹരമായ കാമധേനു എന്ന് പശുവിനെ കണ്ടിട്ട് അതിൽ 8ാമൻ പറഞ്ഞു, ഞാനിതിനെ ഞാനിതിനെ പൊക്കും. അപ്പോൾ ബാക്കി 7 പേര് പറഞ്ഞു, എന്നാ നീ പൊക്കുക, ഒന്ന് കാണിച്ചു. അങ്ങനെ പശുവിനെ മോഷ്ടിച്ചു. ഇതാര് കൈയോടെ പിടിച്ചു? മഹർഷി പിടിച്ചു. മാറ്റി അപ്പ ശപിച്ചു പറഞ്ഞു, മനുഷ്യന്മാരായി ഭൂമിയിൽ ജനിച്ചു പോട്ടെ. അപ്പോൾ എല്ലാവരും കാൽക്കൽ വീണു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരായിട്ട് 7 പേര് ജനിച്ച ഉടനെ തിരിച്ചു വരാം. ജനിച്ച ഉടനെ നിങ്ങൾക്ക് തിരിച്ചു വരാം. പക്ഷെ 8ാമനാണ് മോഷ്ടിച്ചത്. അവൻ മനുഷ്യനായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഭൂമിയിൽ ജീവിക്കണം. ഈ 7 ആളുടെ കഴിവ് ഇവരുണ്ടാവും. പക്ഷെ അവൻ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കണം. ഈ വലിയ കോഴിക്കോട് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി, കാണാൻ വളരെ സുന്ദരിയായ പെൺകുട്ടി, എന്തോ ഒരു സാധനം മോഷ്ടിച്ചു. ഇവളെ കയ്യോടെ പിടിച്ചു ചോദ്യം ചെയ്തപ്പോൾ അവിടുത്തെ റിട്ടയർഡ് SP-യുടെ മോളാണ്. എന്നുവെച്ചാൽ വലിയ സാമ്പത്തികത. പക്ഷെ ഇവിടെ ഒരു വിനോദമാണ്. എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഞാനത് അവിടെ എല്ലാ സെക്യൂരിറ്റി ഉണ്ടായിട്ട് ഞാൻ കഴിച്ച് മാറ്റിയപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനമാണ്. അപ്പൊ ചില ആളുകളുടെ ഒരു വീക്ക്നെസ് ആണ്. മനസ്സിലായി? അതാണ് അഷ്ടവസ്തുക്കൾക്ക് സംഭവിച്ചത്. ചില വീക്ക്നെസ് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ ചില വീക്ക്നെസ്സുകൾ കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകും. അതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്ന ഒന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നേരിടുക തന്നെ വേണം എന്ന് ചാണക്യൻ പറയുന്നത്. നിങ്ങൾ പെട്ടുപോയി. ചിലർക്ക് ഇങ്ങനെ മനസ്സിൽ വെച്ച് പെട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ടീച്ചർ ഒരു ട്രാക്കൊക്കെ പോയി. അതിങ്ങനെ മനസ്സിൽ വെച്ച് അതിനെ രക്ഷപ്പെടാൻ കഴിയാതെ അവർ ആത്മഹത്യ കളഞ്ഞു. ഇതാരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ കഴിയുമെങ്കിൽ 100 കൂട്ടം സൊല്യൂഷൻ ഇപ്പോൾ ഉണ്ട്, 100 കൂട്ടം പരിഹാരങ്ങളുണ്ട്. അവരുടെ ഭർത്താവ് പോലും അത് ക്ഷമിക്കുമായി ട്രാക്കിൽപ്പെട്ടു പോയതാണ്. ഇത് ഭർത്താവ് പറഞ്ഞാൽ
ഇത് നാട്ടുകാരാണ് ഞാൻ, എൻ്റെ അഭിമാനം, എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. പക്ഷെ മരിച്ചപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു, ഇവരറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ട്രാപ്പുകളിൽ നിന്നും രക്ഷ നേടുവാണ് എല്ലാ സംവിധാനം ഹിന്ദുക്കൾ ഇരുന്നുണ്ട്. ഒരാളും ആത്മഹത്യയെ കുറിച്ച് എന്ത് പ്രശ്നവും സംസാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ